അപ്പം എല്ലാവരും മനസ്സിൽ ഇതാകണ ഒരു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അല്ലേ, ആ ഒരു അർജുനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടെത്തി കൊടുത്തെങ്കിൽ പഠിച്ചോനേന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വാർത്തയും നമ്മൾ കേൾക്കണത് അല്ലേ. കുറേ വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇജാതി ഒരു വാർത്തയാണ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കണത്. അപ്പോൾ നമ്മളെ തൊട്ടടുത്ത് ഇതാക്കണ കവളപ്പാറ ഈ ദുരന്തമാണ് ഉണ്ടായത്. അവിടേക്ക് ഇപ്പോഴും ചെന്ന് നോക്കി അതിൻ്റെ ഒരു പൊട്ടും പൊടികളൊക്കെ കാണാൻ പറ്റുമെന്നാണ് പറയണത്. ഞാൻ ഏതായാലും പോയി കണ്ടിട്ടില്ല, അതിനുള്ള മനഃശക്തി ഇതുവരെയ്ക്ക് കിട്ടിയിട്ടുമില്ല കേട്ടോ. പറയുമ്പോൾ ഇതാക്കണ് അർജുന നമ്മൾ ആരും അല്ലല്ലേ, നമ്മളെ കൂട്ടോ കുടുംബമോ രക്തബന്ധമോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷേ ഈ ഒരു 8-9 ദിവസമായിട്ട് ഇതാ അർജുന നമ്മൾ ആരൊക്കെയോ പോലെയാണ്, ഏട്ടൻ്റെയോ അനിയൻ്റെയോ ആരൊക്കെയോ പോലെയാണല്ലേ. അപ്പോൾ ഏതെങ്കിലും ഒരു തുമ്പോ വാലൊക്കെ പറിച്ചോ പെട്ടെന്ന് കാണിച്ചു കൊടുക്കുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. പിന്നെ നമ്മളെ മലയാളികളെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്ക് ഇതാക്കണമെന്ന് എന്തേലും പറ്റി കിടക്കുകയാണെങ്കിൽ അപ്പം ഇതാകണം കയ്യും പറഞ്ഞാണ്ട് നമ്മൾ സഹായിക്കാനെത്തും കേട്ടോ. അവിടെ ഈ പറയണത് ജാതി മതം രാഷ്ട്രീയം കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നോക്കാനുള്ള ടൈമില്ല കേട്ടോ. അതൊക്കെ